നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ഇന്ന് അവരുടെ രണ്ടാമത്തെ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 2:30 ഫ്രാൻസും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഏർലിംഗ് ഹാലൻഡ്, ലയണൽ മെസ്സി, പിന്നെ നിങ്ങളും 4 പേര്, ഇതിലാരാണ് ഏറ്റവും മികച്ച പ്ലെയർ? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ബിറ്റ്വീൻ ഹിം, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഏർലിംഗ് ഹാലൻഡ്, അപ്പോൾ ഇതിൽ ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ 4 പേരിൽ ബെസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ലയണൽ മെസ്സി. അദ്ദേഹം തീർച്ചയായിട്ടും ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ്, അലോങ് സൈഡ് ക്രിസ്ത്യാനോ. പിന്നെ ക്രിസ്ത്യാനോ കൂടി അദ്ദേഹം ചേർത്തു. ക്രിസ്ത്യാനോക്കൊപ്പം മെസ്സി ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമാണ്, കാരണം ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ ഐഡോളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത് വേണം മനസ്സിലാക്കാൻ. മെസ്സിക്കൊപ്പം അദ്ദേഹം നേരത്തെ PSG ഒരുമിച്ച് കളിച്ചിട്ടുമുണ്ട്. മറുപടി, ലയണൽ മെസ്സി, ഹീ ഈസ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് അലോങ് സൈഡ് ക്രിസ്ത്യാനോ എന്ന് അദ്ദേഹം വിശദീകരിച്ച് പറയുകയാണ്. ദാറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, അതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി പല വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്താണ്, അത് പുറത്തെടുക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. എൻ്റെ ക്വാളിറ്റി ബിഗ്ഗസ്റ്റ് സ്റ്റേജുകളിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ടീമിനെ വേൾഡ് കപ്പ് വിജയിക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. ബാക്കിയൊക്കെ ആളുകൾക്കിടയിലുള്ള ഡിബേറ്റാണ്, ജേർണലിസ്റ്റുകൾക്ക് ഒക്കെയുള്ളൊരു വിഷയമാണ്. തീർച്ചയായിട്ടും അത് ഡിബേറ്റിന് പറ്റിയ നല്ലൊരു ടോപ്പിക് തന്നെയാണ്. ആരാണ് ബെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, അതുപോലെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുമില്ല. ഞാൻ ആകെ ചിന്തിക്കുന്നത് എങ്ങനെ നാളത്തെ കളിയിൽ ഇറാഖിനെ തോൽപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് എന്നുകൂടി ഇപ്പോൾ കിലിയൻ പറയുന്നു. ചുരുക്കത്തിൽ മെസ്സി ബെസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ കൂടെ ക്രിസ്ത്യാനോയെ കൂടി ചേർത്തു. ബാക്കി 2 താരങ്ങൾ ഇപ്പോൾ ഒന്ന് കിലിയനും മറ്റൊന്ന് ഏർലിംഗ് ഹാലൻഡും അല്ല, അവർക്ക് സമയമുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, വേൾഡ് കപ്പിലെ ഈ ഒരു കളിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന് കൂടി കിലിയൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.